ഒരു പുഴയുടെ അടുത്തൊരു ദേവി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒരു ദിവസം ദേവി വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ട് എന്തുകൊണ്ട് ജീവൻ ഉണ്ടാക്കുന്നില്ല എന്ന് ചിന്തിച്ചു. ദേവി കുറച്ച് നനഞ്ഞ കളിമണ്ണെടുത്ത് തന്നെ പോലെ ഒരു രൂപമുണ്ടാക്കി. അതിൽ കണ്ണുകൾ വെച്ച് ജീവൻ നൽകി. ആ രൂപം ജീവനുള്ളതായി മാറി. ദേവി അതിനെ ഇലകൾ കൊണ്ട് മൂടി കൂടുതൽ മനുഷ്യരെ ഉണ്ടാക്കാൻ തുടങ്ങി. ദേവി ഒരു വള്ളി ചെളിയിൽ മുക്കി ആകാശത്തേക്ക് കുടഞ്ഞു. ചെളി എവിടെയെല്ലാം വീണോ അവിടെയെല്ലാം മനുഷ്യർ ജനിച്ചു. താമസിയാതെ ഭൂമി സന്തോഷവും ഐക്യവും കൊണ്ട് നിറഞ്ഞു. എന്നാൽ പിന്നീട് ഒരു ഭയങ്കരമായ കറുത്ത വ്യാളി കടലിൽ നിന്ന് ഉയർന്നു വന്നു. അത് ആകാശത്തിലൂടെ പറന്ന് എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ദേവി മനുഷ്യരെ ഒരുമിച്ചു കൂട്ടി വ്യാളിയെ തോൽപ്പിക്കാൻ അവരെ നയിച്ചു. എന്നാൽ അത് കടലിലേക്ക് തിരിച്ചുപോയി ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി. ഒരു മാന്ത്രിക വള്ളിയുടെയും ഒരു വലിയ ആമയുടെയും സഹായത്തോടെ ദേവി വീണ്ടും വ്യാളിയെ തോൽപ്പിച്ചു. ഇപ്പോൾ ദേവി പ്രത്യേക കല്ലുകൾ ഉപയോഗിച്ച് ആകാശത്തിലെ വിള്ളലുകൾ അടയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് തീ തുപ്പുന്ന കഴുകന്മാർ ആക്രമിച്ചു. ദേവി ഒരു പന്തം കാണിച്ച് അവരെ ശ്രദ്ധ തിരിച്ചു. ആമ വെള്ളം കൊണ്ട് അവരെ ദുർബലരാക്കി. ആളുകൾ കഴുകന്മാരെ കൊല്ലാൻ പിടിച്ചു. പക്ഷേ ദേവി അവരെ തടഞ്ഞു. അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. അവളുടെ മാർഗനിർദ്ദേശത്തിൽ കഴുകന്മാർ പല വിള്ളലുകളും അടച്ചു. എന്നിട്ടും ചിലത് ബാക്കിയായി. ആളുകൾ വ്യാളിയുടെ എല്ലുകൾ ചുട്ട് കൂടുതൽ കല്ലുകളുണ്ടാക്കി. ദേവി പറന്നുയർന്ന് അവസാന വിള്ളലും അടച്ചു. പക്ഷേ ആകാശം സ്ഥിരമായിരുന്നില്ല. അവസാന വിടവടയ്ക്കാൻ ദേവി സ്വയം സമർപ്പിച്ചു. അവളുടെ ത്യാഗത്തിലൂടെ ലോകത്ത് സമാധാനം തിരിച്ചെത്തി.